ഇന്നപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാലത്ത് തകൃതിയായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ചീരത്തോരനും അതുപോലെ തന്നെ ബീൻസ് ഉപ്പേരി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ മീൻ കറി വെക്കണം, ഇതൊക്കെ പണിയുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് ഇടിയപ്പല്ലി നൂലപ്പാതാട്ടോ. അപ്പോൾ ഞാനത് സെറ്റാക്കി ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മീനിൽ നമുക്കിന്ന് കൂടുതൽ അയിലയും പിന്നെ കുറച്ച് ചാളയും വാങ്ങിയിട്ടുള്ള ചേട്ടൻ കേട്ടോ. അപ്പോൾ കറി വെക്കണം, പിന്നെ ബാക്കി വേറൊരു പരിപാടി ഉണ്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അമ്മൂന് ദേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുകൊടുത്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പോൾ ആൾക്കുട്ടി ഇന്ന് വേഗം എണീറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെ നിന്നു, അല്ലെങ്കിൽ അവൾക്ക് അതൊരു സുഖമില്ലാത്ത പോലെ തോന്നും. നമ്മൾ നേരെ പണിക്ക് നിന്നാലേ ആൾക്ക് പിന്നെ കരച്ചിലേക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൂടെ കുറച്ച് നേരം നിന്ന് അവൾക്ക് പല്ലൊക്കെ തേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. അതായത് തേങ്ങാപ്പാലും ഇടിയപ്പം. അതിന് ശേഷം ഞാൻ മീൻ കറിയുടെ പണിയുള്ള മീൻ നന്നാക്കി കഴിഞ്ഞു, ഇനി അത് വെക്കണം. അപ്പം ഞാൻ വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അത് മിക്സിയിൽ അടിച്ചരച്ച് വെള്ളം ചേർത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കില്ല, നമ്മുടെ മാങ്ങാപ്പൂള് അതിടും കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് മീൻ നിന്ന് നമ്മൾ പൊള്ളിപ്പിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്ത് കാലത്ത് വെക്കും, കാരണം എനിക്ക് നേരെ കുറവുള്ള കാരണമാണ്. പിന്നെ ഉച്ചയ്ക്കാണ് അത് പൊള്ളിപ്പിക്കുള്ളൂ. അപ്പോൾ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ചോറ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം, പിന്നെ ബീൻസ് തോരൻ, ചീരത്തോരൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. അപ്പോൾ ഇന്ന് എൻ്റെ ഉച്ചക്കലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് രണ്ട് കഷ്ണം മുഴുവൻ കഴിക്കില്ല, ഒരു കഷ്ണം നമ്മുടെ മധുരക്കിഴങ്ങാണ്. അത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചു. അമ്മക്കുട്ടി സ്കൂളിൽ പോയി. അങ്ങനെ സ്കിൻ കെയർ എന്തായാലും ചെയ്യും കേട്ടോ. അത് എത്ര നേരമില്ലെങ്കിലും കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വയ്ക്കണം, നമ്മളെല്ലാവരും ചെയ്യണം കേട്ടോ. ഭയങ്കര അത്രയും നല്ലതാണ്. അപ്പോൾ കുറേ എഡിറ്റിംഗ് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാറക്കുട്ടീനെ കുളിപ്പിച്ചു. ഒരു 12 മണിയായപ്പോൾ ഞാൻ നമ്മുടെ ഇല വാട്ടിയിട്ട് അതിൽ ഈ മസാല നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിൽ നമ്മൾ രാവിലെ തന്നെ മീൻ ഇങ്ങനെ ഉപ്പും അതൊക്കെ പുരട്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളിട്ടിട്ട് വാഴയിലയിൽ വെച്ച് നന്നായിട്ടൊന്ന് പൊള്ളിപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലും വെക്കാം. പിന്നെ ഞാനും അമ്മൂനും അയില എടുത്തു, ചേട്ടനും പാറുവിനും ചാള കൊടുത്തു കേട്ടോ. അവർക്ക് ചാളയാണ് കൂടുതൽ ഇഷ്ടം, പിന്നെ ചാള കുറവായിരുന്നു. പിന്നെ പാറുവിന് ഞാൻ ഫ്രൈ ചെയ്തു കേട്ടോ. അവൾക്ക് കൊടുക്കാറുണ്ട് പൊള്ളിപ്പിച്ചിട്ട്, ഇന്നിപ്പോൾ അവൾക്ക് കൂടുതൽ ഇഷ്ടം ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കും, കൂടുതലും പൊള്ളിപ്പിച്ച് കൊടുക്കും. അങ്ങനെ എൻ്റെ ഉച്ചക്കലത്തെ ഭക്ഷണം ഇതാ കേട്ടോ. അപ്പോൾ അമ്മൂനുള്ളത് ഞാൻ വൈകുന്നേരമാണ് അവൾക്ക് കൊടുക്കുള്ളൂ പൊള്ളിപ്പിച്ചിട്ട്, അവൾ വരുമ്പോൾ അപ്പോൾ ചൂടോടുകൂടി കഴിക്കാമല്ലോ. അങ്ങനെ ഇത് അടിപൊളി സാധനം കേട്ടോ. പിന്നെ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഹെൽത്തി ആവും കേട്ടോ. അതിനുശേഷം നമ്മുടെ പാറക്കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഉറങ്ങി. അതിന് ശേഷം നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മുടെ ഏത്തപ്പഴം ഇല്ലേ, അതായത് ഏത്തയ്ക്ക, അതുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉപ്പേരി നമ്മൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ ഒക്കെ കഴിക്കലില്ല. അപ്പോൾ പാറ ഉറങ്ങി കഴിഞ്ഞിട്ട് പാലും പഴംപൊരിയൊക്കെ കൊടുത്തു. ഞാൻ കുറച്ച് നമ്മുടെ സീഡ്സും നട്ട്സൊക്കെ കഴിച്ചു. പിന്നെ അവളുടെ കളി ടൈമാണ് കേട്ടോ. അപ്പോൾ അവൾ കളിക്കും കുറച്ച് നേരം. ചേട്ടൻ വർക്കിന് പോയി. അമ്മൂൻ്റെ ഇതേ കോമ്പിനേഷനാണ് ന്യൂട്ടല്ലിയും പഴംപൊരി. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവ വെള്ളം, അപ്പോൾ അത് സെറ്റാക്കി വെച്ചു. പിന്നെ അതേ അമ്മു ട്യൂഷന് പോയി, കുളിയൊക്കെ കഴിഞ്ഞു, പാറുവിനെ മേലൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു.